ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചക്കലിശ്ശേരി ആയാലോ. കാസർഗോഡ് സ്റ്റൈലിലുള്ള ഒരു ചക്കലിശ്ശേരി റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം. പോയാലോ. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ആവശ്യമായ തേങ്ങ. പിന്നെ വേണ്ടത് ചക്കലിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമായ ചക്ക. അത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് പെരിഞ്ജീരകം, തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി എന്നിവ അരച്ചെടുത്തതാണ്. ഇനി ചക്ക കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ചക്കക്കുരുവാണ്. ഇതിൻ്റെ സ്കിന്നൊക്കെ പൊളിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ചക്കയും കുരുവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതേപോലെ ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ ബീഫിൻ്റെ കൊട്ടിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അതല്ലെങ്കിൽ ഉണക്കച്ചമീൻ വറുത്ത് ഇട്ട് കൊടുക്കാം. എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കച്ചമീനും കൂടി വറുത്തിടുന്നുണ്ട്. ഇനി ഇതിട്ട് കുറച്ചൊന്ന് തിളപ്പിക്കാം. ചക്ക എളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.